ഹായ് ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സൺഡേ. ഇന്ന് ഡിസംബർ 8. ഇന്നത്തെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു 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 വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ ഇന്ന് സൈനിക സ്കൂളിൽ നിന്ന് വരികയാണ്, ദേവാനന്ദ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പുറപ്പെടാൻ തുടങ്ങാം. അവന് കുറേ ലഗേജുകൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അവിടെ ഒരു ട്രങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്താണ് മിക്കവാറും ലഗേജുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാറ്. പക്ഷെ അത് കൂടാതെ തന്നെ അവനൊരു എയർ ബാഗും അതേപോലെ തന്നെ കുറച്ച് ബിഗ് ഷോപ്പറുകളും ഒക്കെ എടുത്തുകൊണ്ട് ചെല്ലണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, ഒരു 1, 2, 3 ബിഗ് ഷോപ്പർ, ഒരു ചെറിയൊരു എയർ ബാഗ്, ഇതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സമയം ഇപ്പൊ ഏകദേശം ഒരു 8 മണി ആകാറായി. നമുക്ക് ഇവിടുന്ന് ഒരു 1 മണിക്കൂറത്തെ യാത്രയുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ വരെ. ഏകദേശം ഒരു 30-36 കിലോമീറ്റർ വരും. അപ്പോൾ ഇപ്പൊ ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ വഴിയില്ല. വഴിയില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡിയോ റോഡിൽ ചെന്നിട്ട് നമ്മൾ വെള്ളായണി ചെല്ലുന്ന ആ വഴിയും ഇപ്പൊ അടച്ചു എന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ പാലം പണി നടക്കുന്നുണ്ടാണ്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് കാണിച്ചു തരാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇപ്പം കളീക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു വഴിയായി ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അതുവഴി റൈറ്റ് തിരിഞ്ഞ് പ്ലാങ്കാല ജംഗ്ഷനിൽ ചെന്ന് ലെഫ്റ്റ് തിരിഞ്ഞ്, അത് പറഞ്ഞെന്ന എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് നേരെ അങ്ങ് പാപ്പനംകോട് ചാടിയൊക്കെ വേണം പോകാൻ. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ട്രാഫിക്കും കാര്യങ്ങളും ഒക്കെ ഒന്നാമത്തെ കാര്യം കുറച്ചുകൂടെ ആകുമ്പോഴത്തേനും കൂടും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ സൈനിക സ്കൂളിലോട്ട് വിടാം. അപ്പോൾ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം. അങ്ങനെ നമ്മള് സൈനിക സ്കൂളിലെത്തി. അവള് ഇത് എഴുതാൻ വേണ്ടിയിട്ട് പോയിരിക്കുക, കണ്ടില്ലേ? അവിടെ പോയിട്ട് നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ എഴുതണം, അതേപോലെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ, കേഡറ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ എന്തായാലും എഴുതിയിട്ട് ഇനിയിപ്പോൾ നേരെ ചെന്ന് അവനെ വിളിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ ബാക്കിയുള്ള നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഏകദേശം 1 മാസത്തോളം നമ്മുടെ വീഡിയോയിലും നമ്മുടെ വിശേഷങ്ങളിലും എല്ലാം മോനൂടെ കാണും കേട്ടോ. വളരെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസം ഇന്ന്. കാരണം ആ പോലെ 1 മാസം അവനെ കിട്ടുന്ന, അവൻ്റെയും 12ാം ക്ലാസ് വരെ ഇവിടെ അല്ലേ. അപ്പോൾ വർഷത്തിൽ ഏകദേശം ഒരു 2 തവണ മാത്രമേ നമ്മുടെ കൂടെ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മളങ്ങനെ സൈനിക സ്കൂളിനകത്തെത്തി. സൈനിക സ്കൂളിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ എനിക്ക് തോന്നുന്നു ഈ 2 മാസത്തേക്ക് എന്തൊക്കെയോ പണികളും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ മെറ്റിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നിറക്കിയിട്ടിരിക്കുക. അപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിയുമ്പോഴത്തേനെ ഇവിടെ പണിയും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ടായിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് നേരെ അവൻ്റെ ഹൗസിലോട്ട് പോകാം. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് മെറ്റിലും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇറക്കിയിട്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് റോഡ് പണിക്ക് വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അവന്റെ ഹൗസിലെത്തി. അവന്റെ ഹൗസിന്റെ പേര് വേലുത്തമ്പി ഹൗസ് എന്നാ. അതുകൊണ്ട് അവളങ്ങോട്ട് വിളിക്കാൻ പോയിട്ടുണ്ട്. ഇനി ഹൗസിലെത്തിയിട്ട് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യത്തില് ഏകദേശം ഒരു 3 ഏക്കർ സ്ഥലം, 2-2.5 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. സ്ഥലത്ത് വിശാലമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു 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 വലിയൊരു സ്ഥാപനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഴക്കൂട്ടം സൈനിക സ്കൂൾ എന്ന് പറയുന്നത്. പിന്നെ ഇഷ്ടം പോലെ മരങ്ങളും അതേപോലെ നല്ല 1ാം ക്ലാസ് ആയിട്ട് ഗാർഡനിങ്ങും ഒക്കെ ചെയ്ത് നല്ല അതിമനോഹരമാക്കിയിട്ടിരിക്കുക. ഞാൻ ഇവിടെ ഇഷ്ടം പോലെ ഹൗസുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഹൗസാണ് ദാണ്ട് ഇത്, ഈ വേലുത്തമ്പി ഹൗസ്. തൊട്ടപ്പുറത്തായിട്ട് ഈ വേറൊരു ഹൗസ്, അങ്ങനെ ഒരുപാട് ഹൗസുകൾ. ഇപ്പൊ ഇവിടെ ഉള്ളത് മറ്റൊരു ഹൗസാണ്, കണ്ടില്ലേ, മനേക്ഷ ഹൗസ്. അങ്ങനെ ഇഷ്ടംപോലെ പല പല ഹൗസുകൾ. ഈ ഹൗസുകൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാം കൂടി ഒന്നിച്ച് താമസിക്കുന്നതാണ്. അതായത് അവരുടെ ആ ഒരു ഗ്രേഡ് അനുസരിച്ച് ഒന്നിച്ച് താമസിക്കുന്നു. അങ്ങനെ ആശാൻ ഇറങ്ങി വന്നു. ഏതാ വണ്ടിക്കകത്ത് കിടപ്പുണ്ട്. പിന്നെന്താ എടുക്കാം? ഓ പിന്നെന്താ എടുക്കാം. എങ്ങനെയുണ്ട് ഇപ്പം ആരോഗ്യസ്ഥിതിയൊക്കെ? എങ്ങനെയുണ്ടെന്ന് ഇപ്പം ആരോഗ്യസ്ഥിതിയൊക്കെ? ഏത് ചോറ്? എയർ ബാഗ് മാത്രം മതിയോ? ഇത് വേണ്ടേ? ഇതാണ് കുട്ടികളെല്ലാം കൂടെ ഒന്നിച്ച് താമസിക്കുന്ന അവരുടെ ഹൗസ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ പ്രധാനമായിട്ട് ഇവന്റെ സാധനങ്ങളെല്ലാം പറക്കി വെക്കാനായിട്ട് ഇതിനകത്ത് കയറിയതാ. നമുക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് സത്യത്തിൽ ഇതിനകത്ത് പ്രവേശനമുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഇവരുടെ ഹൗസിലോട്ട് കയറാൻ പറ്റത്തില്ല. ഹൗസിന് വെളിയിലുള്ള ഒരു കോമ്പൗണ്ടിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, മുഷിഞ്ഞ തുണികളും കാര്യങ്ങളും എല്ലാം കൂടെ ഒരുപാടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത്
ഓ, ഇവൻ ഇതിനാണ് ഈ എയർ ബാഗ് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് മറ്റേതിനകത്തെല്ലാം അവന്റെ നല്ല ഡ്രസ്സുകളാ കിടക്കുന്നത്. ഇതാണ് അവരുടെ ഹൗസ്, കണ്ടില്ലേ? ഹൗസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റലാണ്. അപ്പോൾ ഒരു റൂമിൽ തന്നെ ഇങ്ങനെ കുറേ കുട്ടികൾ കാണും. എനിക്കൊന്നൊരു 10-15-20 പേരോളം ഒരു ഹാളിനകത്ത് കാണും. ഇവിടെ പഠിക്കാനും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഫെസിലിറ്റി ഇതിനകത്ത് തന്നെ ഉണ്ട്. TV ഉണ്ട്, അതുപോലെ പഠിക്കാനുള്ള പ്രത്യേക റൂമുകൾ, കിടക്കാനുള്ള റൂം പ്രത്യേകം. ഇവിടെ ഇരുന്നല്ല പഠിക്കുന്നത്. അപ്പോൾ വളരെ ഡിസിപ്ലിനായിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ശരിക്കും പറഞ്ഞാൽ കഴക്കൂട്ടം സൈനിക് സ്കൂൾ എന്ന് പറയുന്നത്. ഇത് ഇവർക്ക് പ്രത്യേകം ഓരോരുത്തർക്കും ഓരോ അലമാരകളാണ്. അപ്പൊ ആ അലമാരകളിൽ മാത്രമേ അവരുടെ സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ. ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന അലമാരയില് അയാളുടെ ഡ്രസ്സുകള്, ബുക്ക്, അതേപോലെ ഓരോ അവരുടെ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവരവരുടെ അലമാരകൾക്കകത്ത് വൃത്തിയായിട്ട് നീറ്റായിട്ട് അടുക്കി വയ്ക്കണം. ഇതിന് ആഴ്ചയിൽ ഒരിക്കൽ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരുടെ ലീഡർമാർ വന്നിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇതാണ് അവരുടെ ട്രങ്ക് പെട്ടി, അതേപോലെ ബാഗുകള് എല്ലാം ഉണ്ട്. സ്കൂളിൽ കൊണ്ടും ബാഗും ഒക്കെ നമ്മൾ നേരത്തെ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ഈ ഹൗസിൽ നിന്നാണ് അവർ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് ആദ്യം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ ഇനിയും ഫസ്റ്റ് സെറ്റ് സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചിട്ട് വന്നിട്ട് വേണം നമുക്കിനിയും സെക്കൻഡ് സെറ്റായിട്ട് ആ ട്രങ്ക് പെട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട്. നമ്മൾ ഇപ്പൊ ഈ വലിയ വണ്ടി എടുത്തുകൊണ്ട് വരാൻ കാര്യം തന്നെ അതിന് ഡിക്കി സ്പേസ് കൂടുതലുള്ളത് കൊണ്ടാണ്. കാരണം ഇതുപോലെ തന്നെ നമ്മുടെ ഒരു കസിന്റെ, അതായത് വൈഫിന്റെ ചേച്ചിയുടെ മോനും ഇവിടെ തന്നെ പഠിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവനെയും കൂടെ വിളിക്കണം. അപ്പൊ അവന്റെ ലഗേജുകളും ഉണ്ട്. അപ്പം മൊത്തത്തിൽ നല്ല ലഗേജുകളാ ഇരിക്കുന്നത്. എന്തായാലും ഒരുപാട് രക്ഷിതാക്കൾ വന്നിട്ടുണ്ട്. കാരണം മിക്കവാറും എല്ലാ കുട്ടികളും ഇന്ന് പോവാ എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വന്നിട്ടുള്ളവര് വരെയും ഇന്ന് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നിപ്പോ വിട്ടു കഴിഞ്ഞാല് എനിക്കൊന്ന് ജാനുവരിയിലേക്ക് തിരിച്ചെത്തിയാൽ മതി. അതുകൊണ്ടാണ്. അപ്പൊ അത് വലിയൊരു ഉപകാരമാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ അവന്റെ ട്രങ്ക് പെട്ടിയും ഒക്കെ റെഡിയാക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചോണ്ടാ പോകുന്നത്. കാരണം അതിനകത്ത് ആണ് കൂടുതൽ ലഗേജ് ഉള്ളത് കേട്ടോ. എൻ്റെ ബാഗിനകത്തുള്ളതിനേക്കാളേ, ബാഗിനകത്ത് മുഷിഞ്ഞ തുണികളല്ലേ, ഇതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള തുണികളും പിന്നെ ബാക്കിയുള്ളവന്റെ സകല സാധനങ്ങളും അതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഈശ്വര, ഇത് രണ്ടുപേർക്കേ പിടിച്ചോണ്ട് വരാൻ പറ്റുള്ളൂ. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. ഈ ട്രങ്കിനൊരു ചെറിയ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് സൈഡിലും 2 പീടിയുണ്ട് കേട്ടോ. കൈയിട്ട് അത് പിടിക്കുന്ന സമയത്തുണ്ടല്ലോ, കൈക്ക് നല്ല വേദന എടുക്കും. അതിന് അവനൊരു ഐഡിയ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്കൂടെ ഒരു ബിഗ് ഷോപ്പർ അങ്ങ് തിരികെ കയറ്റിയിട്ട് ഇങ്ങനെ തൂക്കി പിടിച്ചിരിക്കുക. കണ്ട പാവം, അവന്റെ കയ്യിൽ നിന്ന് സംഭവം അങ്ങ് പോയി. ഇനിയിപ്പോ ഈ ട്രങ്ക് പെട്ടിയും കൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇവന്റെ സാധനങ്ങളെല്ലാം റെഡിയായി. പിന്നെ അവൻ നേരത്തെ തന്നെ അവിടുന്ന് ഔട്ട് പാസും കാര്യങ്ങളും ഒക്കെ എടുത്തു വെച്ചിരിക്കുക. ഔട്ട് പാസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പേപ്പറാണ്. ആ ഔട്ട് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെയും കൊണ്ട് വെളിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം അവിടെ വെളിയിൽ ചെല്ലുന്ന സെക്യൂരിറ്റീസ് നിർബന്ധമായിട്ടും അത് ചോദിക്കും. കാരണം അത് ഇവരുടെ ഒരു റൂൾസിലുള്ളതാണ്. ഏതൊക്കെ കുട്ടികളാണ് വെളിയിൽ പോകുന്നത്. തിരിച്ചു വരുമ്പോഴും ഈ ഔട്ട് പാസ് അതുപോലെ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. ഈ ഔട്ട് പാസിന് വലിയ വാല്യൂവാണ്. കാരണം ഇതില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗേറ്റിന്റെ അവിടെ നിർത്തി പ്രിൻസിപ്പലിനെ വിളിച്ച് പ്രിൻസിപ്പലിന് മെയിലും ഒക്കെ അയച്ച് കുറെ ജോലിയാ, മെനക്കെട്ട പണിയാ. അപ്പൊ അങ്ങനെ നമ്മള് സൈനിക സ്കൂളിൽ നിന്ന് അവനെ വിളിച്ചു. ഇനിയിപ്പോ നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു കസിന്റെ മോനെ കൂടെ ഒന്ന് വിളിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഒരു ഹായ് കൊടുത്തേട്ടാ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള യാത്രകളിൽ നമ്മുടെ കൂട്ടത്തില് നമ്മുടെ ദേവാനന്ദം കാണും കേട്ടോ. നമ്മളങ്ങനെ ഏകദേശം വേലുത്തമ്പി ഹൗസിൽ നിന്നും യാത്ര തിരിക്കുക. ഇനി നേരെ പോകേണ്ടത് പ്രസാദ് ഹൗസിലോട്ടാ. കാരണം വിഷ്ണു താമസിക്കുന്നത് പ്രസാദ് ഹൗസിലാണ്. അപ്പൊ ഞാൻ എന്തായാലും പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകളിലൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കാരണം കുറെ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ കാര്യമായ രീതിയിൽ തന്നെ ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ വേലുത്തമ്പി ഹൗസിനോട് നമ്മുടെ വിട പറയുകയാണ്.
അപ്പൊ എന്തായാലും ഇനിയിപ്പോ വലിയവധി വരെ, അതായത് ഡിസംബർ കഴിഞ്ഞ് വലിയവധിയുണ്ട്, ആ വലിയവധി വരെ എന്തായാലും ഈ ഹൗസിൽ തന്നെ ആയിരിക്കും. അപ്പൊ തിരിച്ചു വന്നും അവന് ഈ ഹൗസിൽ തന്നെ കയറേണ്ടത്. അതുകൊണ്ടല്ലേ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് വലിയൊരു സ്റ്റാറൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ കണ്ട് ഇവിടെ ഈ ആഘോഷങ്ങളുടെ ഒക്കെ ഒരു 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 ഭാഗമായിട്ട് പല കാര്യങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ മരങ്ങളിലൊക്കെ കണ്ടില്ലേ സ്റ്റാറുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ സ്റ്റാറുകൾ. അത് അവിടെ ദൂരെ വലിയൊരു സ്റ്റാർ, ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ തോരണങ്ങളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ പിള്ളേരുടെ തന്നെ പണിയാ കേട്ടോ. കണ്ടില്ലേ ഇവിടെ എല്ലാം ഗംഭീരമായിട്ട്, അത്ര ഗംഭീരമൊന്നുമല്ല, എന്നാലും അവരുടേതായ രീതിയിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അയ്യോ, ഇവിടെ സൈനിക സ്കൂളിന്റെ ഒരു ബസ് കൊണ്ടുവന്ന് നിർത്തിയിട്ടേക്കാണ്. അതൊരു ശകലം പണിയായി. കാരണം ഇത് ശരിക്കും റെയിൽവേ സ്റ്റേഷനിലോട്ട്, അതായത് നോർത്തിലോട്ടൊക്കെ പോകേണ്ട കുട്ടികൾക്ക് അവരെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടും സ്കൂളിൽ നിന്ന് തന്നെ. അപ്പൊ അതിനുള്ള ബസ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടേക്കാണ്. അതൊരു മെനക്കേടായി. അയ്യോ, നമുക്ക് ഇനിയിപ്പോ അവരിപ്പോ എടുത്ത് മാറ്റാമെന്നാണ് പറഞ്ഞത്. പക്ഷെ യവൻ പറയുന്നത് അത് കുറെ സമയം എടുക്കുമെന്നാണ്. കാരണം കുറെ കുട്ടികൾ ഇനി കയറാനുണ്ട്. ശരിയാണ്. തിരിച്ച് നമുക്ക് അപ്പുറത്തെ വഴി കൂടെ പോകുന്നതായിരിക്കും സേഫ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്തായാലും തിരിച്ച് അപ്പുറത്തെ വഴി കൂടെ വന്നു. ഇത് ശരിക്കും ഇവരുടെ മെസ്സാണ്. കേണൽ NJ നായർ ACKC ഹോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, കേഡറ്റ്സ് മെസ്സ്. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഡെയിലി അറേഞ്ച് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നതും ഇവർ കഴിക്കുന്നതും എല്ലാം ഇവിടെ വന്നിട്ടാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വിഷ്ണു താമസിക്കുന്ന പ്രസാദ് ഹൗസ്. അപ്പോൾ എന്തായാലും നേരെ ഞാൻ ആ ഹൗസിലോട്ട് പോയിട്ട് അവനെയും കൂടെ വിളിച്ചോണ്ട് വരാം. അപ്പോൾ അവൻ്റെ ഔട്ട് പാസിൽ ഒക്കെ ഞാനാ സ്ഥിരം ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം രക്ഷിതാക്കള് ഈ ഔട്ട് പാസിലല്ല, അവിടുത്തെ ബുക്കിൽ ഒപ്പിട്ടിട്ടാണ് ഇറങ്ങാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി അവനെ ഒന്ന് വിളിച്ചോണ്ട് വരാം. നോക്കട്ടെ. അങ്ങനെ നമ്മളെ വിഷ്ണുവിൻ്റെ ഔട്ട് പാസും കാര്യങ്ങളൊക്കെ റെഡിയാക്കി അവനെ നമ്മൾ വെളിയിലിറക്കി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പിന്നെ അവൻ്റെ ലഗേജുകളൂടെ വണ്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് യാത്രയാകാം. ഈ വീട്ടിലോട്ട് യാത്രയാകുന്നത് ഇപ്പോൾ ഇവരുടെ വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റത്തില്ല. കാരണം എന്താ പറയുക, നമുക്ക് ഈ റോഡ് അടച്ചിരിക്കുന്നുണ്ട്. വീട്ടിൽ ഇവനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ഇനി പാപ്പനംകോട് വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇവൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞു ഇവനെ പാപ്പനംകോട് ഇറക്കിയിട്ട് ഓട്ടോയ്ക്ക് അങ്ങ് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. പാപ്പനംകോട് ചെന്നിട്ട് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തിട്ട് ഇവനെ അതേ കയറ്റി വിടണം. ഇത് കണ്ടില്ലേ, സൈനിക സ്കൂളിന്റെ ചുറ്റുപാടുമായിട്ട് നട്ടിരിക്കുന്ന മരങ്ങളാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള മരങ്ങളും കാര്യങ്ങളും ഒക്കെയാ. കണ്ടോ, എന്തായാലും നല്ല കിടിലൻ ഒരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ. ഇവിടെയൊക്കെ കാണാനേ എന്ത് ഭംഗി എന്നറിയോ. ഇവിടെ ഈ പ്രദേശമൊക്കെ ഒന്നും പറയാനില്ല. എന്തോ ഭംഗി എന്നറിയോ കാണാൻ. നല്ല രീതിയിൽ പഴയ കാലത്ത് മെയിൻറ്റെയിൻ ചെയ്ത് റെഡിയാക്കിയ ഒരു വിശാലമായ സ്ഥലമാണ്. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നേരെ വരുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെ അവരുടെ പവലിയനും കാര്യങ്ങളും ഒക്കെ നമുക്ക് വണ്ടി ഇരുന്ന് തന്നെ കാണാം. ഓഡിറ്റോറിയം, പവലിയൻ ഒക്കെ നമുക്ക് ഇവിടെ വണ്ടി ഇരുന്നാൽ കാണാം. ഇത് ഇവരുടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടാണ് നമ്മൾ ഈ നേരെ കാണുന്നത്. അതിനപ്പുറത്താണ് ഓഡിറ്റോറിയവും കാര്യങ്ങളും ഒക്കെ. കണ്ടില്ലേ. എന്തായാലും നമുക്കപ്പോൾ അങ്ങനെ ദേവാനന്ദനെയും കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് യാത്രയാവാം.
അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ കഴക്കൂട്ടം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കൊതി എന്നും പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കാരണം ഇവർ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. പക്ഷേ ഇവന്മാർക്ക് രാവിലെ ബ്രെഡും അതേപോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, ബ്രെഡ് ദോശ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷേ ഇവന്മാർ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. കാരണം എന്നും അവിടുന്ന് കഴിക്കുന്നതായണ്ടേ പിന്നെ വെറൈറ്റി ആയിട്ട് വെളിയിൽ നിന്ന് കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാ. അപ്പോൾ ഇവന്മാർ രണ്ടുപേരും ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും കൂടെ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും ചില്ലി പനീറും, രണ്ടും പനീറിൻ്റെ ഐറ്റം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇനി ഇതും കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ അവന്മാരുടേത് ഓർഡർ ചെയ്തപ്പം അവന്മാരുടേത് വന്നു. പക്ഷെ ഞങ്ങളുടേത് കുറച്ച് താമസമുണ്ട് വരാൻ. ഞാൻ അതിനിടയ്ക്ക് ഈ വെളിവശമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ ഇതിനകത്ത് കയറി ഓർഡർ ചെയ്തു. അപ്പോൾ ആദ്യം ഇവരുടേതാണ് ഓർഡർ ചെയ്തത്. എനിക്കെന്തോ വേണ്ടി എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി താമസം വന്നു. അതാണ് പ്രശ്നമായത്. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡൂടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവന്മാർ ഒരു പണി കാണിച്ചു കേട്ടോ. ഞാൻ ശരിക്കും ചപ്പാത്തിയും ചില്ലി പനീറും കൂടെ ഓർഡർ ചെയ്തിട്ട് 2 കാപ്പിയും കൂടെ പറഞ്ഞു. ഇവന്മാർ ആദ്യമേ കൊണ്ടുവന്ന് കാപ്പി ഇങ്ങനെ. ഇനിയിപ്പോൾ ഈ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാനുള്ള വിശപ്പൊക്കെ പോകും. അങ്ങനെ ഞങ്ങളുടെ ചപ്പാത്തിയും ചില്ലി പനീറും വന്നു. ഇനിയിപ്പോൾ ഇതും കൂടെ കഴിച്ച് നേരെ നമുക്ക് വീട്ടിലോട്ട് വിടണം. നല്ല ചപ്പാത്തി കേട്ടോ, നല്ല സോഫ്റ്റാണ്, കൊള്ളാം. ഇതാണ് ചില്ലി പനീർ. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ അത് കുറച്ച് പിന്നെ വെള്ളമായിപ്പോയി. എനിക്ക് കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം ചില്ലി പനീറെ. അതാ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ്. സാധനം ഫ്രഷാ, കണ്ടില്ലേ, ആവി പറക്കുന്ന കണ്ടില്ലേ. ഇപ്പം തന്നെ ഉണ്ടാക്കിയതാ. നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇനി ഏത് ഹോട്ടലിൽ ചെന്നാലും കാപ്പിയോ ചായയോ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ലാസ്റ്റിലേ ഓർഡർ ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് മെനക്കേടാവും. അങ്ങനെ നല്ല ഹാപ്പി സൺഡേ ആയിട്ട് ദേവാനന്ദ അങ്ങനെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ട്രങ്കും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. ഇനിയിപ്പോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. എന്തായാലും കുറെ ജോലികൾ നമുക്ക് പിന്നെ ഇനി തീർക്കാനുണ്ട്. അപ്പോ എല്ലാ ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.